നമസ്കാരം. എന്നെ വീട്ടുജോലികളിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി ഒരിക്കൽ പറഞ്ഞൊരു കഥയുണ്ട്. ഇവിടെ കഥയെന്ന് പറഞ്ഞാൽ നടന്ന സംഭവമാണ്. അവരുടെ മകളുടെ ഫ്രണ്ടിനെയും കുടുംബത്തെയും ഒരു നേരം ഭക്ഷണത്തിന് വിളിക്കണമെന്ന് മകൾക്ക് വലിയ ആഗ്രഹം. പഠനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഫ്രണ്ടാണ്. ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. എന്റെ സഹായിയായ ചേച്ചി സമ്മതിച്ചു. അവർക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും മോളുടെ ഒരു ആഗ്രഹമല്ലേ, അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കി, ചോറും കൂട്ടാനും ഉണ്ടാക്കി. തന്റെ മക്കൾക്കും കുറെ കാലം കൂടി ചിക്കനും കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പൊറോട്ടയും വാങ്ങിപ്പിച്ചു. ചൂട് പൊറോട്ട പൊതിയഴിച്ച ഉടനെ തന്നെ പൊട്ടിച്ച് കഴിക്കാൻ ഒരുങ്ങിയ മകനെ ചേച്ചി വിലക്കി. കുറച്ച് ക്ഷമിക്ക്, ഒരാൾക്ക് 2 എണ്ണം വെച്ചേ വാങ്ങിയിട്ടുള്ളൂ. പൊറോട്ട വലുതായതുകൊണ്ടും ചോറുള്ളതുകൊണ്ടും ബാക്കി വരാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന് ചേച്ചി. ചോറാർക്ക് വേണം, ഞങ്ങൾക്ക് പൊറോട്ട മതി എന്ന് കുട്ടികൾ. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുന്ന പതിവില്ലാത്തതിനാൽ ചേച്ചിക്കും കുട്ടികളുടെ ആശ മനസ്സിലായി. എന്നാലും അവരോട് പറഞ്ഞു, ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ 2-ൽ കൂടുതൽ എടുക്കരുത്. വന്നവർ ആദ്യം ആവശ്യമുള്ളത്ര കഴിക്കട്ടെ, നിങ്ങൾ മെല്ലെ കഴിച്ചാൽ മതി. വിരുന്നുകാർ 3 പേരും വന്നു. ആ ചേച്ചിയുടെ കുട്ടികളടക്കം 5 പേരും മേശയ്ക്ക് ചുറ്റും ഇരുന്നു. ഇരുന്ന ഉടനെ മകളുടെ ഫ്രണ്ടിന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടൻ 7 പൊറോട്ട ഒരുമിച്ചെടുത്ത് തന്റെ പ്ലേറ്റിലിട്ടു. എല്ലാവരും അത്ഭുതപ്പെട്ടെങ്കിലും ചേച്ചിയുടെ 2 കുട്ടികളാണ് ഏറെ ഞെട്ടിയത്. ഫ്രണ്ടിന്റെ അമ്മ, ഇത്രയും ഒരുമിച്ചെടുക്കല്ലേ, നിനക്കത് മുഴുവനാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവരുടെ മകൻ അതിനെ പുച്ഛിച്ചു തള്ളി. പൊറോട്ട എന്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഇതിൽ കൂടുതലും കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആ 7 പൊറോട്ടയും കൂട്ടിവെച്ച് അതിനു മീതെ ചിക്കൻ കറിയും ഒഴിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും ചെറിയ വിഷമം തോന്നിയെങ്കിലും ആതിഥ്യ മര്യാദ മാനിച്ച് ചേച്ചിയും മക്കളും ഒന്നും പറഞ്ഞില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ പയ്യന് ഭക്ഷണം മുഴുവനാക്കാൻ പറ്റിയില്ല. 3 പൊറോട്ടയും ചിക്കനും തിന്നപ്പോൾ തന്നെ അവന് വയറു നിറഞ്ഞു. ബാക്കിയുള്ള അവൻ കുഴച്ചു മറിച്ച ഭക്ഷണം എനിക്കിനി പറ്റില്ല, അത് വലിയ പൊറോട്ടയാണോ എന്ന് പറഞ്ഞ് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ആ പ്ലേറ്റ് മേശയിൽ വിട്ട് അവൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. പൈസയുടെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാവുന്ന ചേച്ചിയുടെ കുട്ടികൾ ആ വലിയ കുട്ടി ബാക്കി വെച്ച ഭക്ഷണം കണ്ട് വിഷമിക്കുകയും ഉള്ളിൽ രോഷം കൊള്ളുകയും ചെയ്തു. എത്രയോ നാളുകൾ കൂടി ഒരു ഇഷ്ട ഭക്ഷണം അവർക്ക് വയറും മനസ്സും നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു അവസരമാണ് മറ്റൊരാൾ തന്റെ മര്യാദകേട് കൊണ്ടും വിവേകവും വകതിരിവില്ലായ്മ കൊണ്ടും നശിപ്പിച്ചത്. മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് മറ്റുള്ള വീടുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനേകമുണ്ട്. എന്നാൽ അത് തുടങ്ങേണ്ടത് ആതിഥേയരുടെ വീട്ടിലെത്തിയ ശേഷമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പല സന്ദർഭങ്ങളിലുമായി പല മര്യാദകളും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വളർത്തുകയാണെങ്കിൽ കുട്ടികൾ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരു വീട്ടിൽ പോയാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. നമ്മളുടെ വീട്ടിൽ വരുന്ന മറ്റുള്ളവർ ശരിയല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അതൊരു ഉദാഹരണമായി കാണിച്ച് അത്തരത്തിൽ ചെയ്താൽ മറ്റുള്ളവർ നമ്മെ വിലമതിക്കില്ലേ എന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് സ്കൂളിലും വീട്ടിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ മാതാപിതാക്കളും അധ്യാപകരും തീർച്ചയായും കൊടുത്തിരിക്കും. എന്നാൽ അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത്, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നത് പറയില്ല. ഒരു കാര്യം തെറ്റാവുന്നതിലെ ലോജിക് മനസ്സിലാവാതെ കുട്ടികൾ അക്കാര്യം ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല. ഇനി കുട്ടികളെ ശീലിപ്പിക്കാവുന്ന ചില ആതിഥ്യ മര്യാദകളെ പറ്റി പറയാം. മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവിടെ വെച്ചിട്ടുള്ള എല്ലാ കൗതുക വസ്തുക്കളും തൊടാതെ നോക്കിക്കാണാൻ പറയുക. എന്തെങ്കിലും സാധനങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ കുട്ടികൾക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ അവിടെയുള്ള മുതിർന്നവരോട് "Can I please see that working" എന്ന രീതിയിൽ സ്വന്തം ഭാഷയിൽ ചോദിക്കാൻ ശീലിപ്പിക്കുക. പ്ലീസ് എന്നും താങ്ക്സ് എന്നും യൂസ് ചെയ്യാനും പഠിക്കണം. നിങ്ങൾ എടുത്ത സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അവരോട് താങ്ക്സ് പറയാൻ കുട്ടിയെ ശീലിപ്പിക്കുക. കണ്ടതിന് ശേഷം അത് സേഫായി തിരിച്ചു കൊടുത്തുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റുള്ളവരുടെ മൊബൈൽ എടുത്ത് കളിക്കുകയോ അതിലെ വൈഫൈ പാസ്വേഡ്, ഫോൺ പാസ്വേഡ്, ഫിംഗർ പ്രിന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ അത് തുറക്കാനായി ആവശ്യപ്പെടുകയോ ചെയ്യരുതെന്ന് പ്രത്യേകം ശീലിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ പ്രൈവസിയിലേക്കുള്ള കയ്യേറ്റം മാത്രമല്ല, സാമ്പത്തിക സുരക്ഷയിൽ വരാവുന്ന ഒരു വീഴ്ച കൂടിയാകാം. ആതിഥേയരുടെ വീട്ടിലെ അലമാരകൾ, ഫ്രിഡ്ജ്, അടുക്കളയിലെ അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എന്നിവ ഒരു കാരണവശാലും തുറന്നു പരിശോധിക്കരുതെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയവരും ആ മര്യാദ പാലിക്കേണ്ടതാണ്. ഇനി സ്നാക്സ് അല്ലെങ്കിൽ ജ്യൂസസ് കൊണ്ടുവരുമ്പോൾ ആവശ്യമുള്ളത് മാത്രം ഗ്ലാസ്സിലെടുക്കാനോ പ്ലേറ്റിലെടുക്കാനോ കുട്ടികൾക്ക് മുൻപേ നിർദ്ദേശം കൊടുത്തിരിക്കണം. തനിക്ക് മാത്രം തിന്നാനുള്ളതല്ല, എല്ലാ അതിഥികൾക്കും വേണ്ടിയാണ് മേശയിൽ വിഭവങ്ങൾ വെച്ചിരിക്കുന്നതെന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. പ്രധാന ഭക്ഷണ സമയങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1-2 എണ്ണത്തിൽ കൂടുതൽ ഒരേ വിഭവങ്ങൾ എടുക്കാതിരിക്കുക. കറികൾ എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും വേണമെങ്കിൽ രണ്ടാമതും എടുക്കാം എന്ന ബോധ്യത്തോടെ മാത്രം പ്ലേറ്റിലേക്ക് ഇടുക. ഭക്ഷണം വായിൽ വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ചവയ്ക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാക്കി വായിലുള്ളത് മുഴുവൻ പുറത്തു കാണിക്കാതെ വായ അടച്ചു വെക്കുക.
ആവശ്യമുള്ള വിഭവങ്ങൾ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടി മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് ബ്ലോക്ക് ചെയ്യാതിരിക്കണം. പകരം അതിനടുത്തിരിക്കുന്ന ആളോട് അത് നിങ്ങളുടെ ഭാഗത്തേക്ക് നീക്കി വെക്കാൻ പ്ലീസ് ചേർത്ത് ആവശ്യപ്പെടുക. ഭക്ഷണശേഷം അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും താൻ കഴിച്ച പ്ലേറ്റ് സിങ്കിനരികിൽ കൊണ്ടുവെക്കുന്നത് ഒരു നല്ല ശീലമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് പാലിക്കുക. വാഷ് ബേസിൻ ഡൈനിങ് ടേബിളിന്റെ അടുത്താണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെയും വെള്ളം തെറിപ്പിക്കാതെയും കൈകളും വായും കഴുകാൻ കുട്ടികളെ ശീലിപ്പിക്കണം. വലിയവർ ഭക്ഷണത്തിന് ശേഷം മറ്റുള്ളവർക്കരികിലിരുന്ന് ഏമ്പക്കം വിടുന്നത് കുട്ടികളിൽ തന്നെ അവരോടുള്ള മതിപ്പ് കുറയ്ക്കും. അഥവാ അറിയാതെ വന്നാലും ഒരു സോറി പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലേറെ ഗുണം ചെയ്യും. കുട്ടികൾ മറ്റുള്ള വീടുകളിൽ കൂടുതൽ ദിവസങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ 10 വയസ്സിന് മീതെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, അവർ സ്വന്തം അടിവസ്ത്രങ്ങൾ കഴുകി ഉണക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. അത് സ്വന്തം വീട്ടിലും ചെയ്യേണ്ടതാണ്. ആതിഥേയരുടെ വീടുകളിലുള്ള വിലപിടിച്ച വസ്തുക്കൾ അലസമായി കൈകാര്യം ചെയ്ത് കേടുപാടുകൾ ഉണ്ടാക്കാതിരിക്കണം. അബദ്ധവശാൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് വേണ്ടത് ചെയ്യേണ്ടത് നിങ്ങളുടെ മര്യാദയാണ്. മറ്റുള്ള വീടുകളിലെ സോഫകളിലും ബെഡിലും കയറി ചാടിക്കൊണ്ടിരിക്കാൻ കുട്ടികളെ അനുവദിക്കരുത്. അവരുടെ വീട്ടിലെ സാധനങ്ങൾ നിങ്ങൾക്ക് വിലപിടിച്ചതല്ലെന്ന് തോന്നിയാലും ആ വീട്ടുകാർ ഒരുപക്ഷെ വളരെ ആശിച്ചും കഷ്ടപ്പെട്ടും സമ്പാദിച്ച സാധനങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിനൊപ്പം ചെയ്താൽ സാധനങ്ങൾക്കുണ്ടാവുന്ന കേടുപാടുകളെ കുറിച്ചും അതിനുള്ള പൈസ ചെലവാകുന്നതിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. ഒപ്പം അത്തരം പ്രവർത്തികൾ കുട്ടിയെ മറ്റുള്ളവരിൽ നിന്നും മാനസികമായി അകറ്റും എന്നുകൂടി പറയുക. ഇനി നിങ്ങളാണ് ആതിഥേയരെങ്കിൽ അതിഥികൾ വന്നാൽ കുട്ടികൾ തീർച്ചയായും അവരുടെ മുറികളിൽ നിന്നും പുറത്തു വരണമെന്ന് നിർദ്ദേശിക്കണം. 5-10 മിനിറ്റ് അതിഥികൾക്കൊപ്പം ചെലവഴിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തിരിച്ചു പോകാവുന്നതാണ്. അതിഥികളിൽ കുട്ടികൾ ഉണ്ടെങ്കിലോ നിങ്ങൾ തമ്മിലുള്ള അടുപ്പമനുസരിച്ചോ ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സമയം അതിഥികൾക്കൊപ്പം ചെലവഴിക്കേണ്ടി വന്നെന്നും വരാം. അതുപോലെ അതിഥികൾ തിരിച്ചു പോകുന്ന സമയത്തും അവരെ യാത്രയയക്കാൻ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം കുട്ടികൾ ഇങ്ങനെ ചെയ്യാമെന്ന് മുൻകൂട്ടി കാണാവുന്ന സന്ദർഭങ്ങളാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുട്ടികൾ അപ്രതീക്ഷിതമായി തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഷൗട്ട് ചെയ്യാതെ തന്നെ ഗൗരവത്തോടെ അവരെ തടയണം. പിന്നീട് വീട്ടിൽ വന്ന ശേഷം അതിനെക്കുറിച്ച് കാര്യകാരണങ്ങളടക്കം മനസ്സിലാക്കി കൊടുക്കണം. ശാരീരികമായ ശിക്ഷകളേക്കാൾ ക്ഷമയും മാതാപിതാക്കൾ സ്വയം ഉദാഹരണമാകുന്നതും കൂടുതൽ ഗുണം ചെയ്യും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.